ഞാൻ ഈ വചനം കേൾക്കുന്നത് എൻ്റെ ജീവിതത്തിലൊരു നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടാനാണെങ്കിലോ, ഇതൊരു ദൈവ പദ്ധതിയാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ഒത്തിരി പേര് പറയാറുണ്ട്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങനെ വചനം കേൾക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്ക് അയച്ചു തരണ്ട, ഞങ്ങൾക്കിതൊന്നും ഇഷ്ടമല്ല, ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഒരു പുഴ പോലും ചിലപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റിയെന്ന് വരില്ല. ഒഴുകുന്നൊരു പുഴയെ ചിലപ്പോൾ ഒറ്റയ്ക്ക് കടന്ന് അപ്പുറം മുറിച്ച് കിടക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനു പോലും ചില മനുഷ്യരുടെ സഹായം, കൈ കൊണ്ട് കൈ ചേർത്ത് പിടിച്ചുള്ള സഹായം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വെളിപ്പെടുന്ന ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഒറ്റപ്പെടലുകൾ, മനോദുഃഖങ്ങൾ ഒക്കെ മറികടക്കാൻ പ്രാർത്ഥനയുള്ള, ദൈവത്തോട് ബന്ധമുള്ള ചില നല്ല മനുഷ്യരുടെ സഹായം നമുക്കും ആവശ്യമാണ്. പ്രാർത്ഥന ആവശ്യമാണ്. വെറുതെ പറഞ്ഞതല്ല. ഒഴുകുന്നൊരു പുഴ പോലും ചിലപ്പോൾ ഒറ്റയ്ക്ക് മറികടന്നങ്ങ് പോകാം എന്ന് വിചാരിച്ചാലും പറ്റിയെന്ന് വരില്ല. ചില മനുഷ്യരുടെ സഹായം വേണം. നിങ്ങൾക്ക് പ്രാർത്ഥനയുള്ള, ദൈവാനുഗ്രഹമുള്ള എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധമുള്ള നല്ല മനുഷ്യരുടെ സഹായം കുഞ്ഞെ നിനക്കും നിൻ്റെ വീടിനും നിൻ്റെ ഭാവിക്കും യാത്രകൾക്കും ഒക്കെ ആവശ്യമാണ്. ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. 21 ആ ഹൃദ്യമായ ഗന്ധം, ആ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ സുഗന്ധം എവിടെ എത്തി? ആ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി. നമ്മുടെ പ്രാർത്ഥനയുടെ ഗന്ധം സ്വർഗത്തിലെത്തുമ്പോൾ പ്രസാദിക്കുന്ന ദൈവമുണ്ട്. ദൈവപ്രസാദം പ്രാർത്ഥിക്കുന്ന എനിക്ക് നിങ്ങൾക്കും കിട്ടും. സ്വർഗത്തിലെ ദൈവം, ഞാൻ ഈ ഭൂമിയിലിരുന്ന് ദൈവവചനം കേൾക്കുമ്പം, അത് ധ്യാനിക്കുമ്പം, അത് സ്വീകരിക്കുമ്പം സ്വർഗത്തിൽ അതിൻ്റെ സുഗന്ധമെത്തുമെന്നും ആ പ്രവൃത്തിയിലൂടെ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുമെന്നും ബൈബിൾ പറയുന്നു. പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന, അതെഴുതുന്ന, അത് അയച്ചു കൊടുക്കുന്ന നിങ്ങളെ ഓർത്ത് സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കും എന്നും പറയുന്നൊരു വാക്കാണ്. ഞാൻ നിമിത്തം ഒരാളെങ്കിലും സന്തോഷം അനുഭവിക്കട്ടെ, ഞാൻ നിമിത്തം ഒരാൾ ദൈവത്തെ അറിയാനിടയാകട്ടെ, ഞാൻ നിമിത്തം ദൈവത്തിൻ്റെ ഈ വചനം ഒരാൾ കേൾക്കാനിടയാകട്ടെ, ഞാൻ നിമിത്തം. അതൊരനുഗ്രഹമാണ്. വിശ്വസിച്ച് പ്രസാദിച്ചരുളി. ഇനി പ്രസാദിച്ചത്, ദൈവം പ്രസാദിച്ചപ്പം ഒരു ദിവസത്തേക്കുള്ളൊരു അനുഗ്രഹമല്ല കൊടുത്തത്. 22-ാമത്തെ വാക്യം ഒരു വാതിൽ തുറക്കുവാണ്. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിന്നു പോവില്ല, നിലയ്ക്കുകയില്ല. നിലനിൽക്കുന്നൊരനുഗ്രഹം അവിടെ ഉണ്ടായി. അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലിനെ ദൈവം തുറന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ദൈവനിയോഗമുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. ദൈവം കൂട്ടിച്ചേർത്ത ചില ബന്ധങ്ങളുണ്ട്. ദൈവം കൂട്ടിച്ചേർത്ത ചില ബന്ധങ്ങൾ. കീറിയ തുണിയുണ്ടല്ലോ, സൂചിയും നൂലും കോർത്ത്, സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിക്കെട്ടാൻ പറ്റും. ഇതുപോലെ സത്യസന്ധമായൊരു പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടിയാൽ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ധ്യാനിച്ചാൽ, നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും പരാജയമൊക്കെ മാറ്റി അത് പ്രാർത്ഥനയുടെ നൂലുകൊണ്ട് വീണ്ടും തുന്നിക്കെട്ടാൻ പറ്റും. ആ വിടവ് നികത്താൻ പറ്റും. അതിന് ഞങ്ങളൊക്കെ സാക്ഷികളാണ്. ചില കീറലുകൾ ജീവിതത്തിലുമുണ്ട്. അതിനെ തുന്നിക്കെട്ടണം. അതിനു വേണ്ട സൂചി നൂലുമാണ് ഓരോ ദിവസത്തെയും പ്രാർത്ഥനയും വചനമൊക്കെ. അത് സന്തോഷമേ നൽകത്തുള്ളൂ, അത് അനുഗ്രഹമായിട്ടേ മാറത്തുള്ളൂ. പ്രാർത്ഥന സ്വർഗത്തിലെത്തിയപ്പം ദൈവം പ്രസാദിച്ചു എന്നാണ്. പ്രസാദിച്ചു എന്ന് മാത്രമല്ല, പ്രസാദിച്ചിട്ട് നിലനിൽക്കുന്ന ഒരു അനുഗ്രഹത്തെ ഉറപ്പ് കൊടുത്തു. ഭൂമി ഉള്ളിടത്തോളം കാലം. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നോഹ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്ന്. നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു. അപ്പം പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. കിട്ടിയതോ ഒരു വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ഈ ആലയത്തിൽ വന്നത്, അതിനുവേണ്ടി മുടക്കിയ പണം. ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ ആലയത്തിലേക്ക് വരാൻ
അവരെടുത്ത സമയം മണിക്കൂറുകളാണ്. ആ സമയം അവർക്ക് അനുഗ്രഹമാകണമേ. ഈ ആലയത്തിലേക്ക് വരാൻ അവർ കാറിന്, ടാക്സിക്ക്, ബസ്സിന്, ട്രെയിനൊക്കെ ഇവിടെ വരാൻ നല്ല പൈസയായിട്ടുണ്ട്. ആ പണം അവർക്കൊരു അനുഗ്രഹമാകണമേ. അവരിങ്ങോട്ടേക്ക് വരാൻ അവർ ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചവരുണ്ട്. അതിനുവേണ്ടിയും പണം ചിലവായിട്ടുണ്ട്. ആ പണം ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും മുടക്കിയ സമയവും മുടക്കിയ പണവും നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച അനുഭവമായിട്ട് മാറും. ഇതൊരു ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുന്ന സ്ഥലമാണ്. ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ ആരംഭിക്കുന്ന സ്ഥലമാണിത്. ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ തുടങ്ങുന്ന സ്ഥലമാണിത്. പ്രാർത്ഥനയാണിത്.